ഒടിയൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് വർക്കായിരുന്നു ഇല്ലെങ്കിൽ ഈ സ്റ്റോറി ഒന്ന് കണ്ടു. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയും വേറൊരു മലയാള സിനിമയും കൂടെയുള്ള സ്റ്റോറി മിക്സിംഗ് ആണ്. സോ നമ്മുടെ കഥ നടക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ്. അവിടെ കുറച്ച് വർഷങ്ങളെ നടന്നു വന്ന ചില അസാധാരണമായ കൊലപാതകങ്ങൾ. അതിപ്പോൾ അന്വേഷിക്കുന്നത് ഗിരി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ്. അയാളുടെ ഉത്തരം വന്ന് നിൽക്കുന്നത് തേൻകുറിശ്ശിയിലും അവിടെയുള്ള രാവുണ്ണി നായരിലുമാണ്. പക്ഷെ രാവുണ്ണിയെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനൊരു കാരണവും ഒരു കഥയുമുണ്ട്. രാവുണ്ണിയും മാണിക്കനും ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന കൂട്ടുകാരാണ്. പക്ഷെ ഒടിയൻ കുടുംബത്തിലല്ലാത്ത രാവുണ്ണിക്ക് ഒടിവിദ്യ പഠിക്കാൻ അതിയായ ആഗ്രഹമായിരുന്നു. അങ്ങനെ മാണിക്കൻ തനിക്കറിയാവുന്ന ചുവടുകളും അഭ്യാസമുറകളും ഒടിവിദ്യകളും എല്ലാം രാവുണ്ണിയെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അവസാനമായി പഠിപ്പിച്ചു കൊടുത്തത് ഏത് ദേവിയെ പ്രീതിപ്പെടുത്തിയാലാണ് തനിക്ക് ഒടിവിദ്യകൾ നിഷ്പ്രയാസമായി അഭ്യസിക്കാൻ പറ്റൂ എന്നായിരുന്നു. അങ്ങനെ വിദ്യകളെല്ലാം വശത്താക്കിയ രാവുണ്ണി ചെയ്ത ആദ്യത്തെ കൊലപാതകം തന്നെ മാണിക്കൻ്റെ പേരിലായി. അങ്ങനെ മാണിക്കൻ ഈ നാട് വിട്ടു പോകേണ്ടി വന്നു. പക്ഷെ പോകുന്നതിന് മുമ്പ് മാണിക്കൻ പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്: താൻ ഒരിക്കലും മരണമല്ല, ഭയം മാത്രമാണ്. ഇത്രയും ശക്തനായ രാവുണ്ണിയെ പിടിക്കുന്നത് എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ ഗിരി മാണിക്കനെ തിരിച്ചുകൊണ്ടുവരാൻ തീരുമാനിച്ചു.